നമസ്കാരം. BMC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആതിര രവീന്ദ്രൻ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി, ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. വനനിയമ ഭേദഗതി ബിൽ അപകടകരം, പ്രതിപക്ഷം ഇടപെടണം. കേരളത്തിന് വേണ്ടി ശശീന്ദ്രൻ ഒരു ചുക്കും ചെയ്തിട്ടില്ല, PV അൻവർ. വളരെ അപകടകരമായ ബില്ലാണ് വനനിയമ ഭേദഗതിയെന്ന് PV അൻവർ MLA. ബില്ല് തടയേണ്ട കേരള ഗവൺമെന്റ് ഒന്നും ചെയ്യുന്നില്ലെന്നും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഒഫീഷ്യൽ ഗുണ്ടകളായി മാറുമെന്നും PV അൻവർ പറഞ്ഞു. മനുഷ്യരെ കുടിയിറക്കുവാൻ അന്താരാഷ്ട്ര ലോബി ഗൂഢാലോചന നടക്കുന്നു. വനംവകുപ്പ് ഭൂമി കയ്യേറി പിടിച്ചെടുക്കുകയാണെന്ന് PV അൻവർ ആരോപിച്ചു. സൈബർ അതിക്രമങ്ങൾ ജീവിതത്തിൽ വേദനയുണ്ടാക്കി. ചിന്തിക്കാത്ത രീതിയിലുള്ള കമന്റുകൾ കണ്ട് കരഞ്ഞിട്ടുണ്ട് ചിന്ത ജെറോം. സൈബർ അതിക്രമങ്ങൾ ജീവിതത്തിൽ പലപ്പോഴും വലിയ വേദന ഉണ്ടാക്കിയെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ ചിന്ത ജെറോം. ചിന്തിക്കാത്ത രീതിയിലുള്ള കമന്റുകൾ കണ്ട് കരഞ്ഞിട്ടുണ്ട്. വ്യക്തി അധിക്ഷേപം നടത്തുന്ന ഇത്തരക്കാർക്കെതിരെ നടപടി വേണമെന്നും ഡോക്ടർ ചിന്ത ജെറോം പറഞ്ഞു. ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ ദൈവത്തിന്റെ സ്വന്തം എനർജിയായ സോളാർ ഉള്ളപ്പോൾ കറണ്ട് ബില്ലിനെ ഭയക്കുന്നതെന്തിന്? ലിയോടെക് സൊല്യൂഷൻസ്. യോഗ്യരും അതിവിദഗ്ധരുമായ ജീവനക്കാർ, ഉയർന്ന നിലവാരമുള്ള ബ്രാൻഡഡ് സാമഗ്രികൾ മാത്രം ഉപയോഗിച്ച് കൃത്യനിഷ്ഠതയോടെയുള്ള സേവനം. ലിയോടെക് സൊല്യൂഷൻസ്. ഫോൺ 9744487839 9605557707. ഒരു ഉപാധികളുമില്ലാതെ UDF-നൊപ്പം നിൽക്കും, നിലപാട് ആവർത്തിച്ച PV അൻവർ. UDF-വുമായി കൈകോർക്കുമെന്ന് ആവർത്തിച്ച നിലമ്പൂർ MLA PV അൻവർ പ്രതിപക്ഷ നേതാവ് VD സതീശിനെയും KPCC അധ്യക്ഷൻ K സുധാകരനെയും ഫോണിൽ വിളിച്ച് സംസാരിച്ചു. തന്റെ ലക്ഷ്യം പിണറായിസം അവസാനിപ്പിക്കുക എന്നത് മാത്രമാണ്. 140 സീറ്റിൽ 10 സീറ്റിലേക്ക് LDF-നെ ഒതുക്കുകയാണ് തന്റെ ലക്ഷ്യം. കേരള ജനത തനിക്കൊപ്പം നിൽക്കുമെന്ന് ഉറപ്പുണ്ട്. അതിനെ ഒരു ഉപാധികളുമില്ലാതെ UDF-നൊപ്പം നിൽക്കുമെന്നും PV അൻവർ പറഞ്ഞു. PV അൻവറിന്റെ ആരോപണത്തിൽ കഴമ്പില്ല. അജിത് കുമാറിനെതിരെയുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ റിപ്പോർട്ട് സമർപ്പിച്ച് വിജിലൻസ്. ADGP MR അജിത് കുമാറിനെതിരെയുള്ള സാമ്പത്തിക ക്രമക്കേട് ആരോപണത്തിൽ വിജിലൻസ് റിപ്പോർട്ട് സമർപ്പിച്ചു. PV അൻവറിന്റെ ആരോപണത്തിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ കണ്ടെത്തൽ. സ്വർണ്ണക്കടത്ത് ആരോപണത്തിന് തെളിവുകളില്ലെന്നും വിജിലൻസ് റിപ്പോർട്ട്. അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് നൽകുമെന്ന് നേരത്തെ അൻവർ വ്യക്തമാക്കിയിരുന്നു. ഈ പ്രസരിപ്പ്, ആരോഗ്യം, എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാരരീതിയാണ്. തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി, മയിൽ മട്ടയരി. വൈറ്റമിൻസ്, മിനറൽസ്, പ്രോട്ടീൻസ്, ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയരി. കലർപ്പില്ലാത്ത മയിൽ മട്ടയരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു, എന്നെപ്പോലെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രോഡക്ട്സ്, ശ്രേഷ്ഠം, സമ്പുഷ്ടം. രാജ്യത്ത് 5 HMPV കേസുകൾ, ആശങ്ക വേണ്ടെന്ന് വ്യക്തമാക്കി ആരോഗ്യ മന്ത്രാലയം. ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത ഹ്യൂമൻ മെറ്റന്യൂമോ വൈറസ് ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതോടെ ജാഗ്രതയിൽ രാജ്യം. രാജ്യത്ത് ഇതുവരെ 5 പേർക്കാണ് രോഗബാധ സ്ഥിരീകരിച്ചത്. കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് എന്നിവിടങ്ങളിൽ കേസ് റിപ്പോർട്ട് ചെയ്തവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ചൈനയിലെ വൈറസ് വകഭേദമാണോ ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തത് എന്നറിയുവാൻ പരിശോധന പുരോഗമിക്കുകയാണെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയവും ICMR-ഉം അറിയിച്ചു. ആശങ്ക വേണ്ടെന്നും സാഹചര്യം നിരീക്ഷിക്കുകയാണെന്നും വ്യക്തമാക്കിയ ആരോഗ്യ മന്ത്രാലയം കേസുകളിൽ അസാധാരണമായ വർധന ഉണ്ടായിട്ടില്ലെന്നും പറഞ്ഞു.
ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിച്ചു. യുവാവും യുവതിയും വെന്തു മരിച്ചു. യുവതിയെ തിരിച്ചറിഞ്ഞില്ല. ഹൈദരാബാദിനടുത്ത് ഖഡ്കേസറിൽ യുവാവും യുവതിയും കാറിന് തീപിടിച്ച് വെന്തു മരിച്ചു. മെഡ്ചാൽ ഖഡ്കേസറിലെ ORR സർവീസ് റോഡിൽ ഇന്നലെ ഉച്ചയ്ക്കാണ് സംഭവം. ഹൈദരാബാദ് സ്വദേശി ശ്രീറാമും ഒരു സ്ത്രീയുമാണ് മരിച്ചത്. ഇവരുടെ വിവരങ്ങൾ വ്യക്തമല്ല. മൃതദേഹം തിരിച്ചറിയാനാവാത്ത നിലയിലാണ് കണ്ടെത്തിയത്. ഓടിക്കൊണ്ടിരിക്കെ കാറിന് തീപിടിക്കുകയായിരുന്നു. തീപിടുത്തത്തിന്റെ കാരണം പോലീസ് സംഘം അടക്കമെത്തി പരിശോധിക്കുകയാണ്. കാറിൽ കുടുങ്ങിയ ഇരുവർക്കും പുറത്തിറങ്ങി രക്ഷപ്പെടാനായില്ല. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്ത് വധക്കേസ് ഇന്ന് ശിക്ഷാവിധി. പ്രതികൾക്ക് കൊലക്കയർ കിട്ടണമെന്ന് റിജിത്തിന്റെ അമ്മ. കണ്ണൂർ കണ്ണപുരത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകൻ റിജിത്തിനെ കൊലപ്പെടുത്തിയ കേസിൽ ഇന്ന് ശിക്ഷാവിധി. തലശ്ശേരി ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതി വിധി പറയും. കേസിൽ BJP RSS പ്രവർത്തകരായ 9 പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരുന്നു. മുഴുവൻ പ്രതികൾക്കെതിരെയും കൊലക്കുറ്റം തെളിഞ്ഞു. കൊലപാതകം നടന്ന് 19 വർഷത്തിന് ശേഷമാണ് കോടതി ശിക്ഷാവിധി പ്രഖ്യാപിക്കുന്നത്. ശിക്ഷാവിധിയുടെ പശ്ചാത്തലത്തിൽ കണ്ണപുരം മേഖലയിലും കോടതി പരിസരത്തും പോലീസ് പ്രത്യേക സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. പ്രതികൾക്ക് കൊലക്കയർ കിട്ടണമെന്ന് റിജിത്തിന്റെ അമ്മ ജാനകി പറഞ്ഞു. മകരവിളക്ക് ശബരിമലയിൽ വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തുവാൻ തീരുമാനം. ശബരിമലയിൽ മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് വെർച്വൽ സ്പോട്ട് ബുക്കിംഗ് പരിമിതപ്പെടുത്തുവാൻ തീരുമാനം. മകരവിളക്ക് ദിവസങ്ങളിലെ തിരക്ക് പരിഗണിച്ചാണ് തീരുമാനം. വെള്ളിയാഴ്ച മുതൽ തിരക്ക് നിയന്ത്രിക്കുവാൻ പ്രത്യേക ക്രമീകരണം ഏർപ്പെടുത്തും. 13, 14 തീയതികളിലാണ് നിയന്ത്രണം ഏർപ്പെടുത്തുക. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ ഫോൺ 9744487839 96055577707.